ഹായ് വെൽക്കം ബാക്ക് ടു ആർക്കിനെക്സ്. എല്ലാവർക്കും ആർക്കിനെക്സിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് വെൽക്കം. ഓക്കെ സാർ, നമ്മൾ ഇന്ന് എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മൾ ഇന്ന് +1 ഫിസിക്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഈ പറയുന്ന ടോപ്പിക്കുകൾ ഒഴിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എക്സാം ഹാളിലേക്ക് നിങ്ങൾ കയറാൻ പാടില്ല. ഈ ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. എക്സാം എടുത്തിരിക്കുകയാണ്, അപ്പൊ ഞാൻ ആദ്യം ഏതൊക്കെ ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഇവിടെ നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഏതൊക്കെ ഏരിയാസ് നമ്മൾ നോക്കണം. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണതും 1 മാർക്കിനൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും അതിനകത്തായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എന്നിരുന്നാലും നിങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് ഡയമെൻഷൻസിന്റെ അപ്ലിക്കേഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ നോക്കിയിരിക്കണം. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം വരുന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഡെറിവേഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും അൺനോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡെറിവേഷൻ ഡെഡ്യൂസ് ചെയ്തെടുക്കാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാറുണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യാവുന്ന എക്സ്പെക്ട് ചെയ്തിരുന്നോളാം. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഏതാണ്? അടുത്ത ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ നമുക്ക് ഒരുപാട് ഗ്രാഫുകൾ പഠിക്കാണ്ട്, ഗ്രാഫിന്റെ അകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് ക്ലിയർ ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാം ഹോളിലേക്ക് പോകണം. സോ ഗ്രാഫുകൾ ഇമ്പോർട്ടന്റ് ആണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഗ്രാഫുകൾ, ക്വസ്റ്റ്യൻ ഡയഗ്രാഫ്, അതുപോലെ തന്നെ ആക്സിലറേഷൻ ടൈപ്പ് ഗ്രാഫ് പഠിച്ചു പോകണം. അതിനോടൊപ്പം തന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ v = u + at, s = ut + half at square, v square = u square + 2as എന്ന് പറഞ്ഞ ഈ മൂന്നാളുടെയും ഡെറിവേഷൻ നിങ്ങൾ ഗ്രാഫിക്കലി ആലോചിച്ച് നോക്കുക. എൻസിആർടിയിൽ ഗ്രാഫിക്കലി ആണുള്ളത്. ഗ്രാഫിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ നിങ്ങൾ പഠിച്ചു നോക്കുക. ഓക്കെ, എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതാണ്, മൂന്നിനും ഒരൊറ്റ ഗ്രാഫാണ്. ഒറ്റ ഗ്രാഫ് ഒരുമിച്ച് നിങ്ങൾക്ക് പഠിച്ചു. തീർച്ചയായിട്ടും. ഓക്കെ, സോ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നമുക്കറിയാം അല്ലെ, സെക്ടേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ അറിയുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ ഈ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു വെക്ടേഴ്സിന്റെ വെക്ടർ അഡീഷൻ ഏതൊക്കെയാണ്, പാരലലോഗ്രാം ലോ, അതേപോലെ തന്നെ പഠിച്ചു നോക്കണം. ഓക്കെ, റെഡി. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഇതൊക്കെ എവിടെ വരും, നമ്മളെ പ്രൊജക്ടൈൽ മോഷൻ അല്ലേ? പ്രൊജക്ടൈൽ മോഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽസ് വരാം. അതേപോലെ തന്നെ ഈ ഡെറിവേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരാനുള്ള ചാൻസുകൾ ഉണ്ട്. സോ നിങ്ങൾ പഠിച്ചു വെക്കണം. ആൻഡ് അടുത്തൊന്നുമില്ലേ, നമ്മൾ ഓക്കെ, റെഡി, സെറ്റ്. അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. വളരെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ. ലോസ് ഓഫ് മോഷൻ നമുക്കറിയാം. അവിടെ നമ്മളെ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നിർബന്ധമായിട്ടും അത് പ്രിന്റ് ചെയ്യില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. സോ കാർ മൂവിംഗ് ഓൺ എ ലെവൽ റോഡ് നമുക്ക് നോക്കാണ്ട്, കാർ മൂവിംഗ് ഓൺ എ ബാങ്ക്ഡ് റോഡ് നമുക്ക് എന്ത് ചെയ്യാണ്ട് നോക്കാണ്ട്, അതിന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. അവിടെ തന്നെ നമുക്ക് മാക്സിമം പെർമിസിബിൾ വെലോസിറ്റി ഉണ്ട്, ഒപ്റ്റിമം വെലോസിറ്റി എന്ന കോൺസെപ്റ്റ് ഉണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറിക്കൽസ് പ്രതീക്ഷിക്കാം. ഓക്കെ, റെഡി. അടുത്തത് വർക്ക് എനർജി അല്ലെ? സ്ഥിരമായിട്ട് നമ്മോട് ചോദിക്കും ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷൻ. എന്തായാലും ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക് തന്നെ. തീർച്ചയായിട്ടും MGH ആയിട്ട് പ്രൂവ് ചെയ്യാൻ അല്ലെ? യെസ്, അത് വരാറുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. അടുത്ത മൊമെന്റം കൈനറ്റിക് എനർജി റിലേഷൻ ആണ്. വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. അടുത്ത നമ്മുടെ ടൈപ്സ് ഓഫ് വർക്ക് അല്ലെ? വർക്കിന്റെ ടൈപ്സ് പഠിച്ചു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്കിനൊക്കെ ഓരോ സിറ്റുവേഷൻ വന്നിട്ട് ഇവിടെ ഏത് വർക്കാണെന്ന് ചോദിക്കാനുള്ള ആ ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. സോ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് എങ്ങനെയാണ് വരുന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞു. അതുപോലെ തന്നെ ന്യൂമറിക്കൽസും പ്രതീക്ഷിക്കാവുന്ന വർക്ക് എനർജി. വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയെടുത്ത് കിട്ടാവുന്ന ന്യൂമറിക്കൽസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അടുത്തത് റെഡി. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 5ാമത്തെ ചാപ്റ്റർ ആണ്. നോട്ട് ലോഡിംഗ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ വളരെ 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 പ്രധാനപ്പെട്ട ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് റിലേഷൻ കണക്ടിങ് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം ആണ്. കാരണം ഇത് ചോദിക്കാത്ത ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഓക്കെ, സോ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താ ഇക്വേഷൻ? ടോ ഈസ് ഈക്വൽ ടു dl ഡിവൈഡഡ് ബൈ dt. ഞാനിതാ മറ്റോ ഒരു ചാപ്റ്ററിനകത്തുള്ള ഒറ്റ ടോപ്പിക്കിന്റെയും ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടില്ല. പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഉറപ്പിച്ചോളുക, ഈ ടോപ്പിക്കിൽ നിന്നും അടുത്ത് നോക്കാനുള്ള ടോർക്ക് അല്ലെ? ടോർക്കിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. പിന്നെന്താണ് നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ്. എവിടേക്കാണ് നമ്മളെ അറിയാം അല്ലെ? കുട്ടികളെ കൈ നൂർത്തുന്ന സമയത്ത് എന്റെയും റൊട്ടേഷൻ സ്പീഡ് കുറയും, അമർത്തുന്ന സമയത്ത് റൊട്ടേഷൻ സ്പീഡ് കൂടും. അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് ഫിഗർ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിച്ചു നോക്കുക. ഓക്കെ,
ഓക്കെ, അടുത്തത് അടുത്ത പ്രധാനപ്പെട്ട ഗ്രാവിറ്റി അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ട് വെയിറ്റേജ് ഉള്ള ഒരു ഡീസന്റ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ നമുക്ക് ഇവിടെ എന്തൊക്കെ നോക്കാനുള്ളത്? സിമ്പിൾ ആയിട്ട് പഠിച്ചു പോയിട്ട് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. കാരണം ഇതിനകത്ത് കുറച്ച് പ്രൂഫുകൾ ഉണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട് അല്ലെ. അതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മറന്നു പോവില്ല. ഒന്നുമില്ല, സെറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കെപ്ലർസ് ലോ എന്ന് പറഞ്ഞാൽ കെപ്ലർസ് ലോ നമുക്കറിയാം 3 ലോ ഉണ്ടല്ലേ. ആ 3 ലോ ജസ്റ്റ് പഠിച്ചു വെക്കുക. സോ നമുക്ക് ചോദിക്കാനുള്ള ചാൻസുകൾ അവിടെ കൂടുതലാണ്. യെസ്, ഓക്കെ. അതുപോലെ തന്നെ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും, നിർബന്ധമായിട്ട് ചോദിക്കും, ഉറപ്പാണ്. ഏതെങ്കിലും ഹൈറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി നമുക്ക് ചോദിക്കാറുണ്ട്. സോ എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ ഒക്കെ പഠിച്ചു നോക്കുക. ചിലപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റി തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതിന്റെ ബേസിൽ ന്യൂമറിക്കൽസും വരാറുണ്ട്. ഓക്കെ, സോ അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്റർ അതായത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. സോളിഡ്സിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എപ്പോഴും നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു ഗ്രാഫ് ഉണ്ട് അല്ലെ. സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ആ ഗ്രാഫിന്റെ എന്തൊക്കെ ടേമുകളുണ്ട്, എന്തോ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഓരോ പോയിന്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. മൊത്തം ഈ ഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ കോൺസെപ്റ്റും അല്ലെ. അവിടെ ചിലപ്പോൾ 2 ഗ്രാഫുകൾ എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതാണ് ഏതാണ് യങ്സ് മോഡുലസ് കുറവ്, ഇലാസ്റ്റിസിറ്റി ആർക്കാണ് കൂടുതൽ, ഇലാസ്റ്റിസിറ്റി ആർക്കാണ് കുറവ് അല്ലെ, ആരാണ് ബ്രിട്ടിൽ, ആരാണ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ത് ചെയ്യുക, കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാം. ഓക്കെ, അടുത്തത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, king of plus 1 physics. Yes. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് തന്നെ കൊടുത്തു ഏതാണ് നമ്മുടെ പാസ്കൽസ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിനകത്തുള്ള എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടന്റ് തന്നെയാണ്, ഒരു സംശയമില്ല, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് നമ്മുടെ പാസ്കൽ ലോ ആണ്. നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ന്യൂമറിക്കൽസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാം, നിങ്ങൾ പാസ്കൽസ് ലോ കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. പിന്നെ ഏതൊക്കെയാ നമുക്കുള്ളത്, ഇക്വേഷൻസ് ഓഫ് കണ്ടിന്യൂറ്റി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് അല്ലെ, എല്ലാവരും പേടിക്കുന്നതാണ്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഡെറിവേഷൻ ആണ്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കറക്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ റെഫർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അടുത്ത ടെർമിനൽ വെലോസിറ്റി അപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാ, എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കാപ്പിലറി ഹൈറ്റും അതുമായിട്ട് ബേസ് ചെയ്ത പ്രോബ്ലംസും ആണ്. ഓക്കെ, സോ നിങ്ങളുടെ കാപ്പിലറി റൈസ് അല്ലെ കാപ്പിലാരിറ്റി നിങ്ങൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സോ അതെന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ആ ഒരു ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഏതാണ്? പക്ഷേ അടുത്ത പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ചെറിയ ചാപ്റ്റർ ആണ് അല്ലെ, അധികം വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണ്. സോ നിങ്ങൾ മറ്റ് ചാപ്റ്ററുകളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം അതിനകത്തേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്റർ തെർമോഡൈനാമിക്സ്. രണ്ട് പ്രോസസ്സുകൾ, പ്രധാനപ്പെട്ട 2 പ്രോസസ്സുകൾ, അഡിയാബാറ്റിക് പ്രോസസ്സും. അവിടെ ഉണ്ടാവുന്ന എന്തും നമ്മൾ നോക്കണം, വർക്ക് അല്ലെ. അത് നല്ലൊരു ഡെറിവേഷൻ ആണ്, ചെറുതാണ് പക്ഷെ ഇമ്പോർട്ടന്റ്. അഡിയാബാറ്റിക്കിന്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞു പഠിച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോകും. കാരണം നിങ്ങൾക്ക് അത് ബൈഹാർട്ട് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യാം, പക്ഷേ അഡിയാബാറ്റിക്കിന്റെ കുറച്ച് പ്രശ്നമാണ്. ഓക്കെ, അടുത്തത് മേയേഴ്സ് റിലേഷൻ ആണ്. സിപിയും സിവിയും തമ്മിലുള്ള റിലേഷൻ അല്ലെ. സിപി മൈനസ് സിവി ഈക്വൽ ടു ആർ. നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നതാണല്ലേ. സോ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്തത് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ കാർനോട്ട് സൈക്കിൾ ആണ്. ടോപ്പിക് തന്നെയാണ് ഇതിനകത്തുള്ള പ്രോസസ്സുകൾ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെ പ്രോസസ്സുകളാണല്ലേ, എക്സോതെർമൽ എക്സ്പാൻഷനും അഡിയാബാറ്റിക് എക്സ്പാൻഷനും കംപ്രഷനും അതുപോലെ തന്നെ 4 പ്രോസസ്. കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരേ ഒരു ഡെറിവേഷൻ, പാർഷ്യൽ പ്രഷറിന്റെ ഡെറിവേഷൻ. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ ചോദിക്കാറില്ല, അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ആ ഒരു ഡെറിവേഷൻ നിങ്ങൾ എന്ത് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാര്യം ഉണ്ടാവും. ഞാൻ പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിനകത്തുള്ള മറ്റു ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായും വ്യക്തമായിട്ടും സെറ്റ് ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. നിങ്ങൾ ഇതിന് ശേഷം എന്ത് ചെയ്യാം, ഈ ഡെറിവേഷൻ നോക്കാം, അതിന് ശേഷം മാത്രം. ഓക്കെ, റെഡി അല്ലേ. പിന്നെ എന്താണ് റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ടെമ്പറേച്ചർ. ഇമ്പോർട്ടന്റ് കാരണം നമ്മളെ പോസ്റ്റ്ലേസിന്റെ അകത്തും എടുത്തു പറഞ്ഞ ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിന്റെ ബേസിൽ എന്ത് ചെയ്യാം, അത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ഒരു ചെറിയ ഡെറിവേഷൻ ആണ് എന്തായാലും ചോദിക്കാം. എപ്പോഴും ചോദിക്കുന്ന എന്താണ്, പോസ്റ്റുലേറ്റ്സ്. റൈറ്റ് 2 or 4 postulates of മിനിമം 4 പോസ്റ്റുലേറ്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പഠിക്കണം എന്ന് പറയുന്നില്ല. 4 മിനിമം പഠിച്ചിട്ട് പോവാ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തന്നെ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, സോ അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അടുത്തെന്താണ് നമ്മൾ ഓസിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓസിലേഷൻസ് അല്ലെ, അവസാനത്തെ എത്തിയിരിക്കുകയാണ് നമ്മള്. ചാപ്റ്ററിൽ എന്താണ് ഒറ്റ സ്ഥാനം എന്താണ് SHM കേൾക്കാത്ത അല്ലെ SHM എന്ന് പറഞ്ഞ സംഭവം വരാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, വളരെ കുറവായിരിക്കും അല്ലെ. സിമ്പിൾ ഹാർമോണിക് മോഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്താണ് കോൺസെപ്റ്റ് ഉള്ള കാര്യം കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കുക. ആൻഡ് SHMന്റെ വെലോസിറ്റിയും ആക്സിലറേഷനും ഉണ്ട്. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ. സോ ആ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. 2π√L/g എന്ന് പറഞ്ഞ ആ ഒരു ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ,
അടുത്തത് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. വേവ്സിൽ നിന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ലാസ്റ്റിലേക്ക് എന്ത് പഠിച്ചിട്ടുണ്ട്? റേഷ്യോ ഓഫ് എന്തൊക്കെയാണ് നമ്മുടെ ഹാർമോണിക്സ് അല്ലെ, ഡിഫറെന്റ് അല്ലെ, ഫസ്റ്റ് 3 ഹാർമോണിക്സിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ഈ ചാപ്റ്റർ ചോദിക്കുന്നതാണ്. അത് എവിടെയൊക്കെ ചോദിക്കാറുണ്ട്? ഒന്ന് സ്ട്രിംഗിന്റെ പിന്നെ ക്ലോസ്ഡ് പൈപ്പ് ചോദിക്കാം, ഓപ്പൺ പൈപ്പ്. ഈ ക്ലോസ്ഡ് പൈപ്പിനെ നമുക്ക് വേണമെങ്കിൽ വേറൊരു പേരും പറയാം, റെസൊണൻസ് കോളം എന്ന് കൂടെ നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? റെസൊണൻസ് കോളം കണ്ടാൽ നിങ്ങൾ എന്താണെന്ന് ആലോചിക്കുക, അതൊരു ക്ലോസ്ഡ് പൈപ്പ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ചു. അതുപോലെ തന്നെ വേവ്സിന്റെ ടൈപ്സ് ഓഫ് വേവ്സ് കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് ഒരു അരമണിക്കൂർ സമയം എടുത്തുകൊണ്ട് വളരെ വേഗം ആദ്യ ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ക്ലോസ്ഡ് പൈപ്പ്, ഓപ്പൺ പൈപ്പ്, ഡെറിവേഷൻസും അതുപോലെ തന്നെ ഹാർമോണിക്സും നോക്കി കഴിഞ്ഞാൽ കറക്റ്റ്. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകൾ നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഓരോ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ അപ്പ് ചെയ്ത് പഠിച്ചോളാം. ഇവിടെയല്ല പക്ഷേ സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാം. സോ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.